Meet the Editors. നമസ്കാരം. മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധം തുടരുന്നതിനിടെ നിയമ നടപടികളുമായി പ്രതിപക്ഷ പാർട്ടികൾ. വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും ഉപഹർജി നൽകി. കേരളം ഉൾപ്പെടെ നൽകിയ 200-ലധികം ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നാളെ പരിഗണിക്കും. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് ഒരു കൂട്ടം ഹർജികൾ വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നാണ് മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും നൽകിയ ഉപഹർജികളിലെ ആവശ്യം. ഹർജി ഇന്നലെ തന്നെ ഇത് വന്ന ഉടനെ തന്നെ ഞങ്ങൾ ടെലിഫോണിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലോചിച്ച് അവസാനം ഇന്നലെ തന്നെ ഞങ്ങൾ വക്കാലത്ത് കൊടുത്തു, ഫയൽ ചെയ്തു. ഇന്ന് കോടതി ഫയൽ ചെയ്തു. അപ്പോൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഹർജി ഇന്ന് അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. രജിസ്ട്രാർ ജനറലിന് കത്ത് നൽകിയ ശേഷം നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കോടതിയിൽ ഉന്നയിക്കാനായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെട്ട ബെഞ്ചിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നും ഹർജികളിൽ ഉടൻ വാദം കേൾക്കണമെന്നും കേരളവും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. ഇപ്പൊ തന്നെ അത് കോടതിയുടെ മുമ്പിലാണല്ലോ. കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞായിരുന്ന ആളുകൾ തുടർ നടപടികളിലേക്ക് വന്നിരിക്കുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള നിലവിലുള്ള മനുഷ്യന്റെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു വിഭജനത്തിന്റെ ശ്രമമാണ്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ. ഇന്ന് നമുക്കൊപ്പം സ്മൃതി പരുത്തിക്കാടും ഡോക്ടർ അരുൺകുമാറും തത്സമയമുണ്ട്. ഇന്ന് ഫുൾ കോറമാണ്. നമുക്ക് ഡോക്ടർ അരുണിൽ നിന്ന് തുടങ്ങാം. CAA നേരിടാനാകുമോ എന്നതാണ് ചോദ്യം. ഡോക്ടർ അരുൺ, ഇന്ന് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉത്തരം തുടങ്ങിയെന്ന് തോന്നുന്നു. ഇല്ല, ഇന്ന് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും പ്രതിഷേധം കാണുന്നു. രാജ്ഭവന് മുന്നിലൊക്കെ പ്രതിഷേധം ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്നതാണ് നമ്മൾ കണ്ടത്. ഈ പ്രതിഷേധം, അതുപോലെ തന്നെ നിയമ പോരാട്ടം, ഇതുകൊണ്ട് CAA നേരിടാൻ കേരളത്തിന് എത്രത്തോളം കഴിയുമെന്നതാണ് ചോദ്യം. ആദ്യമേ തന്നെ ഞാൻ ഒരു വസ്തുതാപരമായ കാര്യം പറയാം. കേരളത്തിൽ ഇതുവരെ ഒരാളും അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ 2014 മുമ്പ് കുടിയേറിയതായിട്ട് നമ്മൾ ഈ പറയുന്ന വിഭാഗത്തിലുള്ള പട്ടികയിൽപ്പെട്ട ഒരു അപേക്ഷകനുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു അപേക്ഷകന്റെ ഒരു കാര്യം ഇതുവരെയും ഉദിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ CAA നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് സാങ്കേതികമായിട്ടുള്ളൊരു വ്യക്തത വരുത്തേണ്ടത് കേരളത്തിൽ ഒരു അപേക്ഷകനുമില്ല എന്നുള്ളതാണ്. എന്നാൽ പൗരത്വ പട്ടിക നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് വരുന്ന ഘട്ടത്തിൽ അത് നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ കൂടിയേ മതിയാകൂ. CAA നടപ്പാക്കുന്നതിന് നിലവിൽ സംസ്ഥാനങ്ങളെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നതാണെങ്കിലും ശരി, അപേക്ഷ തീർപ്പ് കൽപ്പിക്കാനുള്ള ഉന്നതാധികാര സമിതിയാണെങ്കിലും ശരി. ആദ്യത്തേത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ, സെൻസസ് ഡയറക്ടർമാരുടെ അധ്യക്ഷതയിൽ, ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അത് നടക്കുക. അതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് കാര്യമായ പിന്തുണ ആവശ്യമില്ല CAA കാര്യത്തിൽ. അതുകൊണ്ട് കേരളം CAA നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ ഞാനിത് മനസ്സിലാക്കുന്നത് പൗരത്വ പട്ടിക കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ പൗരത്വത്തിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കുന്ന ഒരു വിഷയം വരുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇത് നടപ്പാക്കില്ല എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. CAA നടപ്പിലാക്കാൻ നിലവിൽ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടൊരു സംവിധാനമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇനി ഒരു മൊബൈൽ ആപ്പ് കൂടി വരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ അതിൽ കാര്യമായ റോൾ വഹിക്കാനില്ല എന്നത് സാങ്കേതികമായി ശരിയാണ്. ഞാനിതിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മളിത് നേരിടണം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നാളെ സുപ്രീം കോടതി വിധി തിരിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ 370 കാര്യത്തിൽ സംഭവിച്ചതുപോലെ നിർഭാഗ്യകരമായ ഒരു വിധിയാണ് വരുന്നതെങ്കിൽ പോലും പ്രതിഷേധത്തിന് ഇപ്പോഴും ഒരു അവസരമുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും ഇത് പ്രതിഷേധിക്കുന്നവർക്കൊപ്പമാണ് എന്ന് പറയുന്നതിന്റെ കാരണം, നമ്മൾ ഈ റിലീജിയസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന മതപരമായി പീഡനം അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം അനുവർത്തിച്ചു വന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമല്ലോ. ലോകത്ത് ആദ്യമായി ഇത്തരം മതപീഡനം അനുഭവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് സംസാരിച്ച് ലോകശ്രദ്ധ ആകർഷിച്ച മനുഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. 1893 നമ്മൾ ഇന്നും അഭിമാനത്തോടു കൂടി പറയുന്ന ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ മതങ്ങളിലെയും പീഡിപ്പിക്കപ്പെട്ടവർക്കും അഭയാർത്ഥികൾക്കും അഭയം നൽകിയ ഒരു രാജ്യക്കാരനാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. അതാണ് ഇന്ത്യ എന്ന രാജ്യം എല്ലാ മതപീഡിതരോടും കാണിച്ചിരുന്നത്. അവിടെ മുസ്ലിമെന്നോ അവിടെ ഹിന്ദുവെന്നോ സിഖെന്നോ വ്യത്യാസമില്ലാതെ ലോകമെമ്പാടുമുള്ള പീഡിതർക്ക് അഭയം നൽകിയ ഒരു രാജ്യമാണ് എന്റേത്
ഈ നിലപാടാണ് നമ്മൾ പിന്തുടർന്നു വന്നിരുന്ന മതപീഡനവുമായി ബന്ധപ്പെട്ട അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട നമ്മുടെ റെഫ്യൂജി പോളിസി എന്ന് പറയുന്നത്. കാവ്യാത്മകമായിട്ട് വേണമെങ്കിൽ NV കൃഷ്ണവാര്യരുടെ കവിത നമ്മൾ ഉദ്ധരിച്ചു പറഞ്ഞാൽ, ആഫ്രിക്കയിലെ കവിതയിൽ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു വാചകമുണ്ട്, ഒരു കവിതാ ശകലമുണ്ട്. എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കൈയുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താകുന്നു. ആഫ്രിക്കയിൽ ഒരു കുഞ്ഞിന്റെ കയ്യിൽ ചങ്ങല വീഴുമ്പോൾ അത് എനിക്ക് പ്രഹരമായും എനിക്ക് വേദനയായും തോന്നുന്നു എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ഔന്നത്യത്തെ ഈ പറയുന്ന ഈ നിയമ ഭേദഗതി ഇല്ലാതെയാക്കുന്നു എന്നതിലാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിഷേധമുള്ളത്. രണ്ടാമത്തത്, ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന, നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷന് ഇത് ഇടയാക്കുന്നു. അത് സ്വേച്ഛാപരമായ ഒരു വിവേചനം നടത്തി അമുസ്ലിങ്ങളെയും മുസ്ലിങ്ങളെയും രണ്ടായി പൗരത്വത്തിന്റെ പട്ടികയിൽ മതത്തെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രധാനപ്പെട്ട സങ്കല്പമുണ്ട്. നമ്മൾ പറയുന്നുണ്ട് ജൂസ് സോലി പ്രിൻസിപ്പിൾ ഉണ്ട്, ജൂസ് സാൻജുനസ് പ്രിൻസിപ്പിൾ ഉണ്ട്. ജൂസ് സോലി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മണ്ണിന്റെ അവകാശത്തെക്കുറിച്ച് പറയുന്ന സെക്യുലർ ആയിട്ടുള്ള ആശയമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽപ്പെട്ടവർ സ്വീകരിച്ചത്. ഇന്ത്യയിലെ പൗരനാകാൻ എന്താണ് മാനദണ്ഡം? അത് ഇന്ത്യൻ മണ്ണിൽ ജനിച്ചവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് 1985 പൗരത്വ നിയമം വരുമ്പോൾ വിവിധ ക്ലാസിഫിക്കേഷനുകളിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ജനിച്ചവരാവാം, വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നവരാവാം, രജിസ്ട്രേഷൻ വഴിയാവാം, നാച്ചുറലൈസേഷൻ വഴിയാവാം, അഡോപ്ഷൻ വഴിയാകാം. ഈ മാനദണ്ഡങ്ങളിലൊന്നും തന്നെ മതമെന്ന് പറയുന്നത് ഒരു ഘടകമേ ആയിരുന്നില്ല. അപ്പം മതത്തെ പൗരത്വവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിച്ചാൽ അടിസ്ഥാനമായി ആ രാജ്യത്തിന് പിന്നെ സെക്യുലർ റിപ്പബ്ലിക് ആയിട്ട് തുടരുക സാധ്യമല്ല. ഇത് യൂറോപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു പൗരത്വത്തെ നിശ്ചയിക്കാൻ ഒരു ഘടകമുണ്ടെങ്കിൽ നമ്മളതിനെ കൺഫെഷണൽ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ നിർവചിക്കുന്ന സ്റ്റേറ്റായി അത് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ ആ സൂചനയാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആർബിട്രറി ആയ ക്ലാസിഫിക്കേഷനിലൂടെ ചില രാജ്യങ്ങളെ ഒഴിവാക്കുമ്പോൾ ആ രാജ്യങ്ങളിൽ ഒഴിവാക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പൗരന്മാരായിരിക്കുന്നവരെ ഒഴിവാക്കുന്നു എന്നല്ല, അഭയാർത്ഥികളായി 2014 മുമ്പിൽ കുടിയേറിയിരിക്കുന്നവരിൽ നിന്ന് മുസ്ലിങ്ങളെന്നും അമുസ്ലിങ്ങളെന്നുമുള്ള ഒരു കാറ്റഗറി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യ പിന്തുടർന്നു വന്ന അഭയാർത്ഥികളുടെ കുറിച്ചുള്ള നയത്തിനും ഒപ്പം ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്ന മതേതരത്വം എന്ന സങ്കല്പത്തിനും ആർട്ടിക്കിൾ 14 മുന്നോട്ട് വയ്ക്കുന്ന വിവേകപൂർണമായ ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം എന്ന ആശയത്തിനും എതിരാണ് എന്നതുകൊണ്ടാണ് ഈ ഒരു നീക്കത്തെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതുണ്ട്, നമ്മൾ നേരിടേണ്ടതുണ്ട്. ഒരുപക്ഷെ ഫലം തിരിച്ചാകാം. കാരണം സുപ്രീം കോടതിയുടെ അടുത്ത കാലത്ത് വന്ന വിധികളിൽ പലതും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ ചർച്ച ചെയ്ത് തിരസ്കരിച്ച ആശയങ്ങളും വാദങ്ങളും ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് പിൻവാതിലിലൂടെ കടന്നു വരുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ അവസാനിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിൽ എന്റെ കമന്റ്, യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയം സാമൂഹികമായും സാംസ്കാരികമായും നമ്മളെ അന്യവൽക്കരിച്ചുകൊണ്ടേയിരിക്കുന്നു ന്യൂനപക്ഷങ്ങളെ എന്നുള്ളതാണ്. അതിന് രാഷ്ട്രീയമായ ഒരു അന്യവൽക്കരണത്തിന്റെ സ്വഭാവമാണ് ഈ പൗരത്വ നിയമ ഭേദഗതി നൽകിയിരിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമുണ്ട്, പഞ്ചാബുണ്ട്, രാജസ്ഥാനിൽ സർക്കാർ മാറുന്നതിന് മുമ്പുള്ള കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു, പശ്ചിമ ബംഗാൾ ഉണ്ടായിരുന്നു. ഈ സംസ്ഥാനങ്ങളിലും ഡൽഹിയിലും ആസാമിലുമെല്ലാം പ്രതിഷേധം, പശ്ചിമ ബംഗാൾ, ഇതെല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമാകും. ആ പ്രതിഷേധത്തിനോടൊപ്പമാണ്. പക്ഷെ നാളത്തെ സുപ്രീം കോടതി വിധി ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഒരു സ്റ്റേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തിടുക്കപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെയൊരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയത് അത് ഇലക്ടറൽ ബോണ്ടിന്റെ വാർത്തകളെ മറച്ചുവെക്കാനാണ് എന്നൊരു തരത്തിലുള്ള വാദം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നേരിടേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ എന്റെ നിലപാട്. ഒരൊറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1893 വിവേകാനന്ദൻ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കൺവെൻഷന്റെ ബഹുമാനാർത്ഥം ഇന്ന് രാവിലെ മുഴങ്ങിയ മണി എല്ലാ മതഭ്രാന്തിന്റെയും വാൾ കൊണ്ടോ പേന കൊണ്ടോ ഉള്ള എല്ലാ പീഡനങ്ങളുടെയും അതിലേക്ക് പോകുന്ന വ്യക്തികൾക്കിടയിലുള്ള എല്ലാ അവിഹിത വികാരങ്ങളുടെയും മരണമണി ആയിരിക്കുമെന്ന് ഞാൻ തീഷ്ണമായി പ്രതീക്ഷിക്കുന്നു. വിവേകാനന്ദന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷയെയുമാണ് ഈ നിയമം തട്ടിത്തകർത്തത് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. സുജയ. ഓക്കെ ഡോക്ടർ അരുൺകുമാർ, ഞാൻ മറ്റുള്ളവരിലേക്കും എത്താൻ നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കാം. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. നികേഷ് സാർ, NRCക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വാദങ്ങളും. CAA നേരിടാനാകുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. 256 അനുസരിച്ച് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്ന കാര്യം PDT ആചാര്യൊക്കെ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ചോദ്യം
അപ്പോൾ നേരിടാനാകുമോ? സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഒരു പവർ ഉണ്ടോ? അല്ല, സംസ്ഥാനങ്ങൾ നേരിടുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഖണ്ഡിതമായ രൂപത്തിൽ സംസ്ഥാനം അങ്ങനെ നേരിടുമെന്നല്ലല്ലോ. ഒരു ഇച്ഛാശക്തി കാണിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ആർട്ടിക്കിൾ 14 ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഈക്വലിംഗ് ബിഫോർ ദ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് കേശവാനന്ദ ഭാരതി വിധിപ്രകാരം ഈ നിയമം ഈ രാജ്യത്ത് നടപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 200 ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായി സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാകും. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഇതിനോട് വിയോജിപ്പുണ്ടാകും. കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത് നടപ്പാക്കില്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകും. നോക്കൂ സുജയ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? 370 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും എടുത്തു കളയുന്നു. എന്നിട്ട് അതിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി ഡെസിഗ്നേറ്റ് ചെയ്യുന്നു. ഏതാ ഈ സംസ്ഥാനം? ഇന്ത്യയിലെ ഏക മുസ്ലിം രാജ്യം. അപ്പോൾ ഒരു പൗരത്വത്തിന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ മുസ്ലിമിന് എങ്ങനെയാണ് വിവേചനം ഉണ്ടാകുന്നത്, അതേപോലെ തന്നെയാണ് ഒരു സംസ്ഥാനത്തിനും ഈ രാജ്യത്ത് വിവേചനം ഉണ്ടാകുന്നത്. ഇതൊരു തുടർച്ചയാണ്, കൃത്യമായ തുടർച്ച. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് CA അല്ലേ, നിങ്ങൾ CAയിൽ ചർച്ച ചെയ്യുമെന്ന്. CAയോടൊപ്പം NRC ഉണ്ട്. NRC ഒരു സംസ്ഥാനത്ത് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു 20 ലക്ഷം പേരാണ് ആ പട്ടികയിൽ നിന്ന് പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് എന്താണ്? രാജ്യം മുഴുവൻ NRC നടപ്പാക്കുമെന്നാണ്. നമുക്ക് NRC നടപ്പാക്കി കഴിയുമ്പോൾ ഞാനും സുജി അടക്കമുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ പൗരന്മാരും ഹോൾഡിങ് ഓൾ സിറ്റിസൺസ് ഗിൽറ്റി അണ്ടിൽ പ്രൂവൺ ഇന്നസെൻസ്, നമുക്ക് നമ്മുടെ റെക്കോർഡും കൊണ്ട് പോയി ക്യൂ നിന്ന് കാത്തിരുന്നാൽ മാത്രം ലഭിക്കുന്ന ഒന്നായി നമ്മുടെ രാജ്യത്തെ പൗരത്വം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഞാനൊരു ഹിന്ദു ആണ് എങ്കിൽ എനിക്ക് പൗരത്വം ലഭിക്കും, ഞാൻ ഇസ്ലാമിക രാജ്യത്തിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ. അതേസമയം ഞാനൊരു മുസ്ലിം ആണെങ്കിൽ NRCയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന 40 വർഷത്തെ എൻ്റെ ഇവിടുത്തെ ജീവിതം പ്രൂവ് ചെയ്യേണ്ടി വരുമെന്നാണ്. അതുവരെ ഞാൻ ഇവിടുത്തെ ഒരു ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു രാജ്യത്താകെയുള്ള മുസ്ലിം സംസ്ഥാനം എന്ന് പറയുന്നത് ജമ്മു കശ്മീരാണ്. അതിന് പ്രത്യേക പദവിയുള്ള സംസ്ഥാനമായിരുന്നു അത്. ആ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നതുപോലെ തന്നെയാണ് ഒരു പൗരൻ്റെ പൗരത്വം എടുത്തു കളയാൻ പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം എന്നുള്ളതാണ്. അവിടെയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തു വരുന്നത്. നോക്കൂ, നമ്മുടെ പുതിയ ഭരണാധികാരി 2014 മുതലുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഈ അഭയാർത്ഥി സംബന്ധിച്ച നയം എന്താണ്? അവർ പറയാം, ഇന്നിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും നല്ല ബന്ധം ഇന്ത്യ രാജ്യത്തിനുണ്ട് എങ്കിൽ ഈ 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടം ഞാൻ പറയുന്നത് അത് ബംഗ്ലാദേശുമായിട്ടാണ്, ഷെയ്ഖ് ഹസീന സർക്കാരുമായിട്ടാണ്. ആ ബംഗ്ലാദേശികളായിട്ടുള്ള അഭയാർത്ഥികളുടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ അഭയാർത്ഥികളെ നമ്മുടെ ആഭ്യന്തരമന്ത്രി, അതായത് ഇമിഗ്രൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ട മന്ത്രാലയമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്ന് പറയുന്നത്. ആ ആഭ്യന്തര മന്ത്രാലയത്തെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറയുന്നത് ചിതലുകളാണിവർ എന്നാണ്. നോക്കൂ, ലോകത്തെ ഒരു രാജ്യവും അവിടെ എത്തുന്ന അഭയാർത്ഥികളെക്കുറിച്ച് വിളിച്ചിട്ടില്ലാത്ത, ഉപയോഗിച്ചിട്ടില്ലാത്ത പദമാണ് ചിതലുകൾ എന്നുള്ളത്. അങ്ങനെ ചിതലുകൾ എന്ന് വിളിക്കുകയും അപ്പോൾ ഒരു മതവിഭാഗത്തെ മാത്രമായി മാറ്റി നിർത്തുകയും അതിനകത്തുള്ള മുസ്ലിം ഇതരർക്ക് മാത്രം പൗരത്വം നൽകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയിൽ, ഒരു മതനിരപേക്ഷവാദി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചങ്കുപൊട്ടുന്ന കാര്യമാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ, എൻ്റെ മതേതര ഭരണഘടനയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അവിടെയാണ് ഈ സർക്കാർ നോക്കൂ ഈ പ്രതിഷേധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് സുപ്രീം കോടതിയിലെ 200 ഹർജികളെ മറികടന്നുകൊണ്ട് നാളെ ഒരു ഘട്ടത്തിൽ നമ്മുടെയൊക്കെ നിയമത്തെക്കുറിച്ചുള്ള ബാലപാഠത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമല്ലേ, ഇത് ഈ ഭരണഘടനയുമായി ചേർന്ന് പോകുന്നതല്ല. ഞാൻ എല്ലാ ചർച്ചകളിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വരികയാണെങ്കിൽ കേശവാനന്ദ ഭാരതി വിധി എടുത്തു കളയുക, അതിനാവശ്യമായിട്ടുള്ള വിപുലമായ ബെഞ്ച് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ ഉദ്ഘോഷിച്ച കാര്യങ്ങൾ അവർക്ക് നടപ്പാക്കാനാവുക. നിലവിൽ കേശവാനന്ദ ഭാരതി വിധി ഈ രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ CA നടപ്പാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ആ ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ
CAയുടെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് നാളെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും 2 കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞല്ലോ. ഈ 2 കമ്മിറ്റികളിലൂടെ അപേക്ഷ സ്വീകരിക്കുന്നു, ആർക്കൊക്കെ പൗരത്വം നൽകണം എന്ന് തീർപ്പ് കൽപ്പിക്കുന്നു. അങ്ങനെ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ഈ രാജ്യത്തെ പൗരന്മാരാകുന്ന ആളുകൾക്ക് വീണ്ടും പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കോടതി വിധി വരുമ്പോൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെന്തിനായിരുന്നു ഇത്രയധികം ധൃതി? നിങ്ങൾക്ക് കോടതിയുടെ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം മാത്രം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയാൽ പോരെ. അപ്പോഴാണ് നേരത്തെ കഴിഞ്ഞ ദിവസം ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എല്ലാം ടൈം ടേബിൾ പ്രകാരം ഷെഡ്യൂൾ ചെയ്തിട്ട് പോവുകയാണ്. നോക്കൂ, രാമക്ഷേത്ര നിർമ്മാണം അത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പ്രാണപ്രതിഷ്ഠ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നു. അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ പാടുള്ളൂ എന്നാണ് ഹിന്ദു ധർമ്മപ്രകാരം പറയുന്നത് എന്ന് ശങ്കരാചാര്യർ പറയുമ്പോൾ അത് കേൾക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങൾ പണിയാറുണ്ടല്ലോ, അല്ലെങ്കിൽ അമ്പലങ്ങളുടെ പുനഃപ്രതിഷ്ഠ നടക്കാറുണ്ടല്ലോ. ഇതൊക്കെ ആ പണി പൂർത്തിയായതിനു ശേഷമാണ്. അത് കൃത്യമായി ഇലക്ഷൻ ഷെഡ്യൂളുമായി ചേർത്ത് വെച്ചിട്ടാണ്. ഇപ്പോൾ അത് മാത്രം പോരാ എന്ന് കാണുമ്പോൾ ഇതിൻ്റെ വിജ്ഞാപനം കൂടി പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ 2ആയി കീറി മുറിക്കുക, ആ കീറി മുറിച്ചുണ്ടാകുന്ന ചോരപ്പാടുകളിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമോ എന്ന് നോക്കൂ. ഞാൻ അതാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞത്. 2002 ഞാൻ ആ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കവർ ചെയ്തിട്ടുള്ള ആളാണ്. നോക്കൂ, രാജ്യത്ത് സംസ്ഥാനത്ത് വർഗീയ കലാപം അതിൻ്റെ എല്ലാ പാരമ്യത്തിലും നിൽക്കുമ്പോൾ ആ വർഗീയ കലാപത്തിൻ്റെ എല്ലാ ആഘാതവും ആ സംസ്ഥാനത്തെ ജനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് 2002 നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ആ ചോരപ്പാടിലാണ് നരേന്ദ്രമോദി ജയിച്ചു കയറിയിട്ടുള്ളത്. അല്ലെങ്കിൽ കേശുഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ കച്ച് ഭൂകമ്പത്തെ തുടർന്ന് ആകെ അലങ്കോലമായ സംസ്ഥാന സർക്കാരിനെ, ആൻറ്റി ഇൻകംബൻസി നേരിടുന്ന സംസ്ഥാന സർക്കാരിനെ ജനം അടിച്ചു പുറത്താക്കുമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി പ്രത്യേക വിമാനത്തിൽ അഹമ്മദാബാദിലെത്തുന്നു, മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നു, വർഗീയ കലാപം ഉണ്ടാക്കുന്നു. അതിനുശേഷം നോക്കൂ, ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നു, ജയിക്കുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് ഇന്ത്യയിൽ അദ്ദേഹം പശ്ചിമ ഉത്തർപ്രദേശിൽ വർഗീയ കലാപം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കണ്ടതാണ്. 2024 നമ്മുടെ സമൂഹത്തെ വേർതിരിക്കുന്നു. പക്ഷേ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു സെൽഫ് ക്രിറ്റിസിസം ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ അടക്കമുള്ളവർ നോക്കൂ, ഈ പറയുന്ന വർഗീയ വിഭജനത്തിന് ആക്കം കൂട്ടുകയാണ്. ഇതൊക്കെയാണ് BJP ചെയ്യുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ പോലും അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന വർഗീയമായ വിഭജനത്തിന് ആക്കം കൂട്ടുന്ന രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. BJPക്ക് ചെയ്യാൻ കഴിയുന്നതും ഇതുമാത്രമാണ്. നോക്കൂ, ഈ രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ 2010-2014 കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം അടുത്ത ഘട്ടത്തിൽ. ഓക്കെ, ഉണ്ണി സാർ. നോക്കൂ, നമ്മുടെ ചോദ്യം കേരളത്തിന് CAA നേരിടാൻ കഴിയുമോ എന്നുള്ളതാണ്. അതെ. നേരിടാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ പൗരത്വ പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു സബ്ജക്റ്റ് ആണെന്നും അതുകൊണ്ട് കേന്ദ്രം പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും അങ്ങ് അംഗീകരിച്ചു കൊള്ളണമെന്നും ഒക്കെ ഉള്ളൊരു നറേഷൻ BJP ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയുന്നത് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ലല്ലോ കേരളം എന്ന്. അത്തരം വിഡ്ഢി പ്രസ്താവനകൾ അതൊരു വശത്ത് നിൽക്കണമെന്ന്. അത് സ്ത്രീധനം ഒക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ളൊരു സമൂഹമാണ് നമ്മുടെ. അത്തരം വാക്കുകളൊന്നും തന്നെ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. എൻ്റെ വിഷയം സുരേന്ദ്രന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെട്ടൊരു ഫെഡറൽ സ്ട്രക്ചറാണ്. അതിന് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഇൻഡിപെൻഡൻസും ഉണ്ട്. എന്നാൽ നമ്മളൊരു രാജ്യമായി നിൽക്കുകയും പൊതുഭരണഘടനയെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫെഡറൽ സ്ട്രക്ചറിന് എതിരായിട്ട് ഏത് നിയമം വന്നാലും അത് സംസ്ഥാന സർക്കാരുകൾ റാറ്റിഫൈ ചെയ്യണം. അങ്ങനെ ഒരു വകുപ്പ് കൂടിയുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. പകുതിയിലേറെ സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം. ഇവിടെ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഒരു ലംഘനം നടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പുതുതായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായും എംപവർ ചെയ്തിരിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ്റാണ്. ഒരു സെൻട്രലൈസ്ഡ് കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. നേരത്തെ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്? ജില്ലാ കളക്ടർമാരായിരുന്നു അധികാരികൾ. ജില്ലാ കളക്ടർമാരൊക്കെ പോയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അവരാണ് ഇത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ആ അർത്ഥത്തിൽ അത് സംസ്ഥാനത്തിൻ്റെ കീഴിൽ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ഇന്ദിരാ ജയ്സിങ്ങിനെയൊക്കെ പോലുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകർ അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഇത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് സംസ്ഥാന നിയമസഭകൾ കൂടി പാസ്സാക്കണം, അംഗീകരിക്കേണ്ടതുണ്ട് എന്നൊരു വാദമുഖം വരും. അത് ചെറിയ കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം നികേഷ് വളരെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചതുപോലെ ആർട്ടിക്കിൾ 14 ലംഘനം എന്ന് പറയുന്നത് വലിയ ഗൗരവതരമായിട്ടുള്ളൊരു നിയമപ്രശ്നമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിധിയിലാണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് എടുത്ത് കളഞ്ഞത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത്?
ഒറ്റ കാര്യമേ ഉള്ളൂ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ആര് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. അവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. അത് ലംഘിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് പറഞ്ഞത്. സമാനമാണ് ഇവിടുത്തെ സ്ഥിതി. നമ്മുടെ ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നാണ്, ഇക്വാലിറ്റി ബിഫോർ ലോ. ഇതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇവിടെ പുതിയ നിയമം അനുസരിച്ച് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും നിയമത്തിൻ്റെ മുമ്പിൽ ചെന്ന് പൗരത്വം ആവശ്യപ്പെട്ടാൽ ഒരു നിയമം ഈ മുസ്ലിമിനെ അകറ്റി നിർത്തുകയും മറ്റൊരു നിയമം അതിൻ്റെ ആനുകൂല്യം ഹിന്ദുവിന് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ 2 നിയമങ്ങൾ വരും. അത് സാധ്യമല്ല. ഈ ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ് എങ്കിൽ പുതിയ റൂള് അതിനെ ലംഘിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള കാര്യമായതുകൊണ്ട് വളരെ ശക്തമായി തന്നെ സുപ്രീം കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളും വെച്ച് വളരെ പെട്ടെന്നൊന്നും ഇത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമേലെ 200 ഹർജികളുണ്ട്. അതൊക്കെ നാളെ മുതൽ പരിഗണിച്ചു തുടങ്ങുമെന്നാണ് പറയുന്നത്. ശക്തമായ വാദങ്ങൾ എല്ലാവരും ഉയർത്തും എന്ന് മാത്രമല്ല, നോക്കൂ, DMK ഇത് അംഗീകരിക്കുന്നുണ്ടോ? DMK ഭരിക്കുന്നുണ്ടല്ലോ തമിഴ്നാട്. വെസ്റ്റ് ബംഗാൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? മമതാ ബാനർജി ആണല്ലോ. വേറെ പാർട്ടികളാണ് ഞാൻ ഈ പറയുന്നത്, CPM മാത്രമല്ല. അതേപോലെ ഓരോ സ്ഥലത്തും ഇപ്പോൾ BRS, ഭാരതീയ രാഷ്ട്രസമിതി, ഇപ്പോൾ BJPയുടെ സഖ്യകക്ഷിയാണ്. പക്ഷേ ഭാരതീയ രാഷ്ട്രസമിതി ഇതിനെതിരാണ്. കാരണം എന്താ? ഹൈദരാബാദ് പോലുള്ള പ്രദേശത്ത് വലിയ രീതിയിൽ മുസ്ലിം വോട്ടുണ്ട്, പോപ്പുലേഷനുണ്ട്. സമാജ്വാദി പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? ഇന്നിപ്പം നിതീഷ് കുമാർ BJPയുടെ സഖ്യകക്ഷിയാണല്ലോ. നിതീഷ് കുമാറിന് ഇത് അംഗീകരിക്കാൻ കഴിയുമോ? അവിടെ വലിയൊരു മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട്. ഞാൻ ഈ വോട്ടിൻ്റെ പ്രശ്നവും പ്രീണനത്തിൻ്റെ പ്രശ്നമല്ല, അവരൊക്കെ സെക്യുലറായി നിലപാടെടുക്കുന്ന ആളുകളാണ്, സോഷ്യലിസ്റ്റുകളാണ്. സമാജ്വാദി പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, NCPക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പാർട്ടികൾക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു പരിപാടിയാണിത് ഈ ബില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ പാസ്സാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം ഒരു വലിയ നിയമപ്രശ്നമായി തന്നെ ഇന്ത്യയിൽ രൂപപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി CPMനിത് കേരളത്തിന് ഇത് നേരിടാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പം, കേരളം പല കാര്യങ്ങൾക്കും രാജ്യത്തിന് മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ്. ആശയനിർമ്മാണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം കർഷക സമരം ഇന്ത്യയിൽ രൂപപ്പെട്ടു 2020. ആ കർഷക സമരം ഒരു ചെറിയ സമരമായിരുന്നു. ആ സമരത്തെ ഇന്ത്യയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ അതിൻ്റെ പിന്നിൽ അണിനിരത്തുന്നതിന് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM എടുത്തിട്ടുള്ളൊരു മുൻകൈയുണ്ട്. ആ പ്രശ്നം വലിയൊരു പ്രശ്നമാക്കി മാറ്റുകയും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും അങ്ങനെ കർഷക പ്രക്ഷോഭത്തിന് വലിയ പിന്തുണ ഉണ്ടാക്കാനും CPMന് കഴിഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ പിന്നിൽ നിന്ന് വലിയ ശക്തിയായി നിന്നിരുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? മാർച്ച് 12 കഴിഞ്ഞ വർഷം മാർച്ച് 12 ഇന്ത്യയിൽ ഒരു വലിയ സമരം നടന്നു. ബോംബെയിൽ നാസിക്കിലേക്ക് ഒരു ഫുട് മാർച്ച് ഉണ്ടായിരുന്നു. CPM നേതൃത്വം കൊടുത്തൊരു സമരമാണ്, കർഷകരുടെ സമരമാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തു. ഒരു വർഷം കൃത്യം മാർച്ച് 12 ഇന്ന്. ഈ രീതിയിൽ രാജ്യത്തുണ്ടാകുന്ന കാർഷിക പ്രശ്നങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, NCERTയുടെ ഇഷ്യൂടെ ആരാ കൊണ്ടുവന്നത്? ഈ പറയുന്ന മുസ്ലിം ഭരണാധികാരികളുടെ മുഴുവൻ ചരിത്രവും എടുത്തു മാറ്റി പാഠപുസ്തകങ്ങളെ ഹൈന്ദവവൽക്കരിക്കുന്ന, കാവ്യവൽക്കരിക്കുന്ന രീതികൾക്കെതിരായിട്ടൊരു ആശയം ഉണ്ടാക്കുകയും ആ ആശയത്തെ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവന്ന ആരാ? ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികളാണ്. ഇടതുപക്ഷ പാർട്ടികൾക്ക് 4-5 സീറ്റ് പാർലമെൻറ്റിൽ ഉള്ളൂ എന്നുള്ളത് സമ്മതിക്കാം. അപ്പോഴും അവരെ ഒരു പ്രധാന ശത്രുവായി BJP കാണുന്നത് എന്താ? ഈ ആശയനിർമ്മാണമാണ്. രാജ്യത്ത് ഇങ്ങനെ ഒരു ആശയനിർമ്മാണം നടത്താൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്നുള്ളതുകൊണ്ടാണ് അവരതിനെ ഭീഷണിയായിട്ട് കാണുന്നത്. അപ്പോൾ കേരളം ഇപ്പോൾ ഇത് നേരിടാൻ കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനത്തിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ, സംസ്ഥാനങ്ങൾക്ക് വലിയ ശക്തിയുള്ളൊരു ഫെഡറൽ സംവിധാനത്തിലും അതിനെ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയ്ക്കും കീഴിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നതിൻ്റെയും അതിന് പിന്തുണയുണ്ടാകും. കേരളം ഇക്കാര്യത്തിൽ രാജ്യത്താകമാനം ഒരു പെർസെപ്ഷൻ, ഒരു അഭിപ്രായ രൂപീകരണം നടത്തുന്നതിനുള്ള മാതൃകയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിന് ശക്തമായ നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. കേരളം ഇതിന് നേതൃത്വം കൊടുക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സ്മൃതി മാഡം, നേതൃത്വം കൊടുക്കും, അതിൽ ഉറച്ചു നിൽക്കും എന്നുള്ള വിശ്വാസം, അതോടൊപ്പം തന്നെ ഏത് തരത്തിൽ നേരിടാൻ കഴിയും സംസ്ഥാനത്തിന്? നേരിടാൻ കഴിയുക ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ്. ആ തരത്തിൽ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ. പക്ഷേ അറിയില്ല, BJP അനുകൂലിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടുതലാണ് എന്നുള്ളതുകൊണ്ടും ആ രൂപത്തിൽ ഒരു ഒരുമിക്കൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ള അറിയില്ല. എന്നാൽ പോലും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും അതിശക്തമാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെയും ആ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നിയമം നടപ്പാക്കുന്നത്. താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുക. ഇപ്പോൾ ഉടനെയില്ല എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഉടനെയില്ല എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കാനിരിക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്. അപ്പോൾ അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്.
ഇതിപ്പോൾ പശ്ചിമ ബംഗാളിലും അസമിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കേന്ദ്രത്തെ സംബന്ധിച്ചുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമായി 56 ലോക്സഭാ സീറ്റുകളുണ്ട്. അതിൽ 27 സീറ്റിൽ BJP കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നു. അപ്പോൾ ആ എണ്ണം അതിലും കൂട്ടേണ്ടതുണ്ട്. 18 പശ്ചിമ ബംഗാളിൽ നിന്നും 9 അസമിൽ നിന്നുമാണല്ലോ കഴിഞ്ഞ തവണ ലഭിച്ചത്. അപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം യഥാർത്ഥത്തിലുണ്ട്. പശ്ചിമ ബംഗാൾ മമതാ ബാനർജി അതിശക്തമായി തന്നെ അതിനെ എതിർക്കുന്നുമുണ്ട്. പക്ഷേ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ഈ കാര്യത്തിൽ BJPക്ക് സാധിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ഈ മതം മാനദണ്ഡമാകുന്നു, പൗരത്വത്തിന് മാനദണ്ഡം ആകുന്നു എന്ന് പറയുമ്പോൾ പൗരത്വം എന്ന് നിർണ്ണയിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സ്വഭാവത്തെ, പൗരത്വം എന്നുള്ള രാജ്യത്തിൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് മറ്റ് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ എന്താണ് എന്നൊരു പെർസെപ്ഷൻ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഒരു മതേതര രാജ്യം എന്ന ഒരു പ്രതിച്ഛായ അത് മാറ്റാനുള്ള ശ്രമമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ്. ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാക്കുന്നു. അവിടെ മുസ്ലിങ്ങൾ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും നിരാശാജനകമായ ദുഃഖകരമായ കാര്യം. മുസ്ലിം എന്നത് ഇന്ത്യ എന്ന ആശയത്തിന് പുറത്താണ് എന്ന പ്രതീതി സൃഷ്ടിക്കുന്നു. വൈദേശികമാണ് അതിൻ്റെ അസ്തിത്വം എന്ന് വിളിച്ചു പറയുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അവർ തിരഞ്ഞെടുപ്പിൽ MP-മാരെ അയക്കുന്നതിലൊക്കെ ഇത് നേരത്തെ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ നിലപാട് തുടരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ അതിന് പ്രസക്തിയില്ല എന്ന് പറയുമ്പോൾ അതിലെടുക്കുന്ന നിലപാട് പ്രധാനമാണല്ലോ. ഇവിടെ ഒരുമിച്ച് രണ്ട് മുന്നണികളും ഒരുമിച്ചാണ് ഇക്കാര്യത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ആരാണ് ഈ വിഷയത്തിൽ ആരാണ് ഉറച്ചു നിൽക്കുന്നത് എന്നതിൽ ഒരു ആരാണ് ഇതിനെ ചാമ്പ്യൻ ചെയ്യുന്നത് എന്നതിലൊരു മത്സരം ഒരുപക്ഷെ ഇവിടെ LDFും UDFും തമ്മിൽ നടന്നേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമപരമായ സാധുതയുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് നടപ്പാക്കില്ല എന്ന് സംസ്ഥാനങ്ങൾക്ക് സാങ്കേതികമായി പറയാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. കേന്ദ്ര സർക്കാരിന് നിയമമാക്കിയിരിക്കുന്ന ഒരു കാര്യം അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രപതി ഭരണത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാം. 256 അനുച്ഛേദ പ്രകാരം കേന്ദ്ര സർക്കാരിന് സാധിക്കും. ഭരണഘടനാ പരമായുള്ള പ്രതിസന്ധിയുണ്ട്, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുണ്ട് എന്ന് പറയുകയും സർക്കാരിനെ പിരിച്ചുവിടാൻ സാധിക്കുകയും ചെയ്യുന്നുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നു എന്നുള്ളത് നിയമപരമായി നിൽക്കുന്ന ഒരു ആശങ്കയാണ്. പക്ഷെ അത്തരം വലിയ ഘട്ടങ്ങളിലേക്കൊക്കെ കേന്ദ്ര സർക്കാർ പോകുമോ എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നു. ഏതായാലും നിയമപരമായി നേരിടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ ഇതിനകം തന്നെ ഈ പറഞ്ഞ പോലെ 200 ഹർജികൾ കേരളത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നു. അതുപോലെ ലീഗ് നേരത്തെ തന്നെ പോയിട്ടുള്ളതാണ്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. നേരത്തെ തൽക്കാലം നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എങ്ങനെ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഉന്നയിക്കും. സുപ്രീം കോടതി ഉടനെ തീരുമാനമെടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ അത് വേണ്ട എന്ന തീരുമാനമെടുക്കുമോ എന്നൊക്കെയുള്ള പ്രസക്തമായ കാര്യങ്ങളുണ്ട്. നേരത്തെ MP നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ RSSന്റെ അജണ്ട കൃത്യമായി ഓരോന്നോരോന്നായി നടപ്പാക്കുന്നു. അത് ജമ്മു കശ്മീരിന്റെ കാര്യത്തിലായും രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലായും അതിന്റെ തുടർച്ചയായി ഇപ്പോൾ CAA വരുന്നു. ഇപ്പോൾ പൗരപട്ടിക NRC നടപ്പാക്കിയ അസമിൽ നിന്നും എത്രത്തോളം ഹിന്ദുക്കൾ പുറത്താക്കപ്പെട്ടു? 2 ദശലക്ഷത്തോളം ഹിന്ദുക്കൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസം നൽകുന്ന തീരുമാനമായി ഇത് വരികയാണ്. ആ രൂപത്തിൽ കൂടി അത് ഒരു അജണ്ടയായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. അതിനെ സമരങ്ങളിലൂടെയും നിയമപരമായും നേരിടുക എന്ന് തന്നെയാണ് മുന്നിലുള്ളത്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ അത് തന്നെയാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ CAA നേരിടാനായി നിയമപരമായ വഴി മാത്രമാണ് സുപ്രീം കോടതിയെ സമീപിക്കുക. അതിപ്പോൾ സമീപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമാണ് സംസ്ഥാനത്തിന് മുന്നിലുള്ള വഴി എന്നത് വ്യക്തമാണ്. കാരണം കേന്ദ്ര നിയമം നടപ്പാക്കില്ല, അങ്ങനെ തീരുമാനിക്കാൻ ഒരു സംസ്ഥാനത്തിന് അധികാരമില്ല. അങ്ങനെ ഒരു അധികാരമുണ്ട്, ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊക്കെ പറയുന്നത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താം, വോട്ട് പിടിക്കാം. അതിനപ്പുറം നടപ്പാക്കില്ല എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന ഒന്നല്ല. സുപ്രീം കോടതിയെ സമീപിക്കാം. ഭരണഘടനാപരമായി കേന്ദ്ര നിയമം നടപ്പാക്കില്ല എന്ന് പറയാൻ ഒരു സംസ്ഥാനത്തിന് അധികാരമില്ല എന്നതാണ് വസ്തുത. അത് ഭരണഘടനാ വിദഗ്ധരും അതുപോലെ തന്നെ സുപ്രീം കോടതി അഭിഭാഷകരും അടക്കമുള്ളവർ നിരവധി ചർച്ചകളിൽ ഇതിനകം ചൂണ്ടിക്കാട്ടിയ കാര്യം മാത്രമാണ്. ഇതിലിപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കുക, സുപ്രീം കോടതിയെ സമീപിക്കുക, ഈ 2 വഴികൾ മാത്രമാണ് ഇപ്പോൾ കേരളം അടക്കമുള്ള പ്രതിഷേധിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും മുന്നിൽ ഉള്ളത്. അതായത് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളുടെ സഹായം ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. സക്രിയമായ ഒരു പങ്കും സംസ്ഥാനങ്ങൾക്ക് വഹിക്കാനില്ല. കാരണം ഈ നിയമപരമായി നിരന്തരമായി താമസിക്കേണ്ട ആ ഒരു സമയത്തിലെ കുറവ് മാത്രം കൊണ്ടുവരുന്നു. പിന്നെ ഈ നിയമവിരുദ്ധമായി തങ്ങുന്നവരെ നീക്കുന്നതിനായിട്ട് മറ്റൊരു ആക്ടാണ്, ഫോറിനേഴ്സ് ആക്ടാണ്. ആ ഫോറിനേഴ്സ് ആക്ട് പ്രകാരമാണ് അതിൽ നടപടിയെടുക്കുക. അപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ, അതിലാണ് ഞാൻ ആകാംക്ഷയോടെ നോക്കുന്നത്. കാരണം CAA നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളാണ്, ഒരു കൂട്ടം ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. നേരത്തെ ഈ കേസിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചതാണ്. അന്ന് കേന്ദ്രത്തിന് അഭിഭാഷകൻ പറഞ്ഞത് ഞങ്ങൾ ഈ നിയമം ഉടനടി നടപ്പാക്കുന്നില്ല എന്നതാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ
കേരളത്തിൽ കുറേ കാലമായി തണുത്ത് കിടക്കുകയായിരുന്നു. ആ കേസ് ചൂട് പിടിക്കാൻ പോകുന്നു നാളെ മുതൽ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത്. പിന്നെ ഈ രാഷ്ട്രീയ പ്രതിരോധം ശക്തമായി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. രാഷ്ട്രീയ പ്രതിരോധം പ്രതിഷേധങ്ങളിലൂടെ ഇന്നിപ്പോൾ രാജ്ഭവന് മുന്നിൽ കണ്ട പ്രതിഷേധമൊക്കെ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. വിവിധ സംഘടനകൾ ഓരോരോ സംഘടനകളായി അത് യുവജന സംഘടനകളുണ്ടാകും, മതസംഘടനകളുണ്ടാകും, രാഷ്ട്രീയ സംഘടനകളുണ്ടാകും. എല്ലാം രാജ്ഭവനായിരിക്കുമല്ലോ, കാരണം ഗവർണർ അവിടെയാണ്. അതുകൊണ്ട് രാജ്ഭവനായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ മുന്നിലുള്ള സമരങ്ങൾ. അങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സമരങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെ ഈ വേനൽ ചൂടിനിടയിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ നിയമപരമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിനപ്പുറം മറ്റൊരു പ്രതിരോധത്തിനും സംസ്ഥാനത്തിന് സ്കോപ്പില്ല. ഡോക്ടർ അരുൺ നേരത്തെ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിൽ CAA നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ CAA വഴി ഇവിടെ പൗരത്വം നേടി ഇവിടെ താമസിക്കാനായി ആരുമില്ല കേരളത്തിൽ. അതാണ് അതിൻ്റെ ഒരു വസ്തുത. തമിഴ്നാട്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇതിനകം തന്നെ ഈ പറഞ്ഞ വാചകമാണ്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അത് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളാണ്. അതിൽ PDT ആചാരി കഴിഞ്ഞ ദിവസം ചർച്ചകളിലൊക്കെ വന്നിരുന്നപ്പോൾ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞത് ഈ ആർട്ടിക്കിൾ 256 കുറിച്ചാണ്. അപ്പോൾ ആർട്ടിക്കിൾ 256 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 256 ഒബ്ലിഗേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ അതിൽ പറയുന്നത് എന്താണ്? ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് എവറി സ്റ്റേറ്റ് ഷാൽ ബി സോ എക്സസൈസ് ആസ് ടു എൻഷുർ കോംപ്ലിയൻസ് വിത്ത് ദ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെന്റ് ആൻഡ് എനി എക്സിസ്റ്റിംഗ് ലോസ് വിച്ച് അപ്ലൈ ഇൻ ദാറ്റ് സ്റ്റേറ്റ് ആൻഡ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഷാൽ എക്സ്റ്റെൻഡ് ടു ദ ഗിവിംഗ് ഓഫ് സച്ച് ഡയറക്ഷൻസ് ടു എ സ്റ്റേറ്റ് ആസ് മേ അപ്പിയർ ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ബി നെസസറി ഫോർ ദാറ്റ് പർപ്പസ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 256 അനുസരിച്ച് മറ്റൊരു ഓപ്ഷനും ഇല്ല. നോ ഓപ്ഷൻസ് ലെഫ്റ്റ്. ഓരോ സംസ്ഥാന സർക്കാരുകൾക്ക് സ്വന്തമായി അങ്ങ് തീരുമാനിക്കാനൊന്നും കഴിയില്ല. അത് ജില്ലാതല കൗൺസിലുകൾ, ഓൺലൈൻ പോർട്ടലുകൾ എങ്ങനെയാണോ CAA വഴി പൗരത്വം നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ നടപടി അവിടെ നടക്കും. എതിർക്കാൻ കഴിയുന്നത് NRC ആണ്. അതുകൊണ്ടാണ് ഈ NRCയുടെ വാല് പിടിച്ചുകൊണ്ടാണ് ഈ എതിർപ്പ് തുടങ്ങി വെച്ചിരിക്കുന്നത്. CAA എന്ന് പറഞ്ഞുകൊണ്ട് CAA എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ യഥാർത്ഥത്തിൽ കാര്യമില്ല. എതിർക്കേണ്ടത് NRCയെ ആണ്. അപ്പോൾ നേരിട്ട് അതിനെ എതിർക്കാതെ ഇപ്പോൾ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്ന CAA എതിർക്കുന്നു, NRC വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് തന്നെയാണ്, ഒരു ഫിയർ മോങ്കറിംഗ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. ആളുകളെ പേടിപ്പിക്കുകയാണ്. ദാ വരുന്നു, നിങ്ങളെല്ലാം പുറത്താകും, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാതെയാകും എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പേടിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ താമസിക്കുന്ന ആരുടെ പൗരത്വമാണ് അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി ഈ CAA മൂലം രാജ്യത്തിന് പുറത്താകുന്ന ഒരാൾ പോലും ഇല്ല എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭ്യർത്ഥന. പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്ന ആ ഒരു ലീഗൽ അവന്യൂസ് അത് നിലനിൽക്കുന്ന കാര്യമാണ്. ഞാൻ അതിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് CAA നേരിടാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അത്രമാത്രമാണ്. CAA നേരിടാൻ അല്ലെങ്കിൽ CAA വേണ്ടെന്ന് വെക്കാൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്, രാജ്യത്തിന്റെ നിയമമാണ്. അത് നടപ്പാക്കുന്നതിനായിട്ടുള്ള കൃത്യമായ ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ കോടതിയിൽ ഹർജിയുമായി പോകാം, അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടാം. അതല്ലാതെ സംസ്ഥാനത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് CAA നേടാനൊന്നും കഴിയില്ല. അതൊരു ഫ്യൂട്ടൈൽ എക്സർസൈസ് ആണ്. പക്ഷേ അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ ഇന്നവിറ്റബിൾ ആയുള്ള ഒരു എക്സർസൈസായി മാറുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോൺഗ്രസും CPIM-ഉം CPI-യും ഇടത് പാർട്ടികളും UDF-ഉം LDF-ഉം UDF-ഉം രണ്ടും ശ്രമിക്കുന്നത് പാവപ്പെട്ട മുസ്ലിങ്ങളെ പറഞ്ഞു പേടിപ്പിച്ച് അവരുടെ വോട്ട് വാങ്ങാനാണ്. അത് അവർ തിരിച്ചറിയണം. CAA കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഈ CAA മൂലം പൗരത്വം കിട്ടി താമസിക്കാനും ആരും വരുന്നില്ല. അങ്ങനെ ആരും അപ്ലൈ ചെയ്തിട്ടുമില്ല. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അവിടെ ഒരു മിനിറ്റ് കൂടി. അതായത് CAA നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഒരു അപ്ലിക്കേഷനും നിലവിലില്ല. പക്ഷേ CAA എന്ന് പറയുന്നത് മതപരമായ വിവേചനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ജമ്മു കശ്മീർ എന്ന മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്തെ എങ്ങനെയാണോ ഒരു രണ്ടാം തരം കേന്ദ്രഭരണ പ്രദേശമാക്കിയത്, അതേപോലെ തന്നെയാണ് NRCയിലൂടെ ഈ രാജ്യത്തെ പൗരത്വം നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ ഒരു മുസ്ലിം ഇതര സമുദായക്കാരനാകണം എന്നതിലൂടെ CAA നടപ്പാക്കിയതിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് CAA കുറിച്ച് കേരളത്തിന് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന്, ഭരണഘടന സംരക്ഷിക്കുന്നതിന് ഒരു ബാധ്യതയുണ്ട്. ഒരു സംസ്ഥാനം എന്നുള്ള ബാധ്യത, അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് കേരളം നിർവഹിക്കുന്നത്. NRC നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ ഇത് ഒരു പാക്കേജ് ആയിട്ടാണല്ലോ കാണുന്നത്. CAA-യും NRC-യും നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് വന്നാൽ അത് സംസ്ഥാനമാണ് NRCയുടെ പട്ടിക തയ്യാറാക്കേണ്ടത്. നോക്കൂ, ഇവിടെ NRC നടന്നിട്ടുള്ള ഒരു സംസ്ഥാനം, ആകെയുള്ള ഒരു സംസ്ഥാനം അസമാണ്. അസമിലെ സംസ്ഥാന സർക്കാരാണ് NRC നടപ്പാക്കിയിട്ടുള്ളത്. അവിടെ ഓരോരുത്തരുടെയും പേര് 20 ലക്ഷം പേര് ഈ പറയുന്ന NRC പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എങ്കിൽ അത് ആ സംസ്ഥാനം നടപ്പാക്കിയിട്ടുള്ളത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ ഒരു NRC നടപ്പാക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ കാര്യത്തിനകത്ത്
CAA-യും NRC-യെയും എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ആ എതിർപ്പ് വരാൻ പോകുന്നത് ഈ തരത്തിലുള്ള ഇതിൻ്റെ എക്സ്റ്റൻഷൻ്റെ കാര്യത്തിലാണ്. പ്രയോഗവൽക്കരണം ഇതിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻ്റെ കാര്യത്തിലാണ്. ആ എക്സ്റ്റൻഷനാണ് എതിർക്കുന്നു പറയുന്നത്. എന്താ എടുക്കുന്നത്? ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ പോയി നിങ്ങളുടെ രേഖ എടുക്കുക എന്ന് പറയാൻ ഇവിടുത്തെ, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇവിടുത്തെ സർക്കാരുകൾ തയ്യാറാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ കാര്യത്തിൽ കേരളം എടുത്തിട്ടുള്ള നിശ്ചയദാർഢ്യം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ CAA സംബന്ധിച്ച് അത് ഒരു തെറ്റായ നീക്കമാണെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സുജയ വ്യത്യസ്തമായൊരു അഭിപ്രായം പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇനി അതിൻ്റെ ചർച്ചയല്ല. ഇപ്പം നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മുടെ ചോദ്യം അതാണ് സർ, CAA നേരിടാനാകുമോ എന്നാണ്. അതാണ് അതിൽ മാത്രം ഊന്നിയെന്നാണ് ഞാൻ സംസാരിച്ചത്. CAA സംസ്ഥാനത്തിന് നേരിടാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാർലമെന്റ് പിന്നെ നിയമമാണ്, അത് രാജ്യത്തിന്റെ നിയമമല്ലേ സർ? ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. പാർലമെന്റ് ഒരു നിയമം പാസാക്കി. ആ നിയമം പാസാക്കിയാൽ ആ നിയമത്തിനെതിരായി സമരം ചെയ്യാനും ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് പോകാനും എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട്. ഇപ്പം ഇന്ത്യയിൽ 1975 പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയുടെ പിന്തുണയോടെയല്ലേ? ഭരണഘടനയിലെ കൃത്യമായൊരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എമർജൻസി പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഇന്ത്യയിൽ സമരങ്ങൾ ആരംഭിച്ചു. 2 വർഷം കൂടെ അത് പിൻവലിക്കേണ്ടി വന്നു. എന്ന് മാത്രവുമല്ല, ആ സർക്കാരിനെ ഇന്ത്യ തൂത്തെറിഞ്ഞു. അങ്ങനെ വോട്ട് ചെയ്ത് പുറത്താക്കി. മാത്രമല്ല, പിന്നെ പാർലമെന്റ് ബില്ല് അവതരിപ്പിച്ചില്ല അമിത്ഷാ, ഹിന്ദി ആയിരിക്കണം ഔദ്യോഗിക ഭാഷയെന്ന്. എത്ര സംസ്ഥാനങ്ങൾ അംഗീകരിച്ചു? ഇപ്പം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? തമിഴ്നാട് കേസിന് പോയില്ലേ? അങ്ങനെ പാർലമെന്റ് അംഗീകരിച്ച് ഒരു നിയമം അങ്ങ് പാസ്സാക്കി ഉടനെ ഇത് ഒരു ജന്മി കുടിയാൻ ബന്ധമല്ല. ഒന്നാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ ഇങ്ങനെ മൂളി നിൽക്കും, ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിക്കും, ബാക്കിയുള്ളവർ താഴ്ത്തുന്ന അങ്ങ് നടപ്പാക്കണം. അങ്ങനെ പറ്റില്ല. അങ്ങനെയല്ല ജനാധിപത്യം. ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ്. ആ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഫെഡറൽ സ്ട്രക്ചർ ഇഷ്യൂ കൂടി വന്നിട്ടുണ്ട്. ആ ഫെഡറൽ സ്ട്രക്ചർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പിന്നെ സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെടും. കാരണം ഇതുവരെ അത് സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുള്ള കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ടാണ് പ്രോസസ്സ് ചെയ്യപ്പെട്ടിരുന്നത്. ആ പ്രോസസ്സ് മുഴുവൻ എടുത്തു മാറ്റി അത് ഏകപക്ഷീയമായി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു, സെൻട്രലൈസ് ചെയ്തിരിക്കുന്നു. അതൊരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി അത് കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരായിരിക്കുന്നു. അങ്ങനെ നിയമം മാറുമ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാനത്തിൻ്റെ കൂടെ അംഗീകാരം നേടേണ്ടി വരും. ആ പ്രശ്നം സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെടും. പിന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന പ്രശ്നം വരും. ഒരു നിയമത്തിൻ്റെ ആനുകൂല്യം ഒരാൾക്കും അതിൻ്റെ ആനുകൂല്യം മറ്റൊരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഭരണഘടനാപരമായി നടക്കില്ല. ഈ വിഷയങ്ങളൊക്കെ കൊണ്ട് തന്നെ പാർലമെന്റ് ഒരു ബില്ല് പാസ്സാക്കി അതുകൊണ്ട് ഇനിയിപ്പോൾ രാജ്യത്തുടനീളം അത് നിയമമാണ് എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. അതിപ്പോൾ 356 പ്രയോഗിച്ചിട്ടുള്ളപ്പം എത്ര സർക്കാരുകളെ 356 പ്രയോഗിച്ച് ബീഹാർ സർക്കാരിനെ പിരിച്ചുവിട്ടു. എന്താ സംഭവിച്ചത്? കോടതിയിൽ പോയി സുപ്രീം കോടതി അത് ക്യാൻസൽ ചെയ്തു. ഇത്രേ സംഭവിച്ചുള്ളൂ. അവിടെയും ഭരണഘടന തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 356 എന്ന് പറയുന്ന വകുപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭരണഘടനാ പ്രകാരം പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ ഒന്നിനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ 356 ഉപയോഗിച്ച് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയിട്ട് പാർലമെന്റ് അംഗീകാരം വാങ്ങിക്കണം. പാർലമെന്റിലെ 2 സഭകളും അത് പിന്തുണയ്ക്കണം. അങ്ങനെ പിന്തുണച്ചിട്ട് പോലും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്, തെറ്റായ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭരണഘടന അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന നിയമനിർമ്മാണം അത് പാർലമെന്റ് നടത്തി കഴിഞ്ഞാൽ അത് പിന്നെ എതിരഭിപ്രായമില്ലാത്ത, തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു സംവിധാനമല്ല ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയും. അപ്പോൾ അങ്ങ് എതിർക്കുന്നത് ഈ ഹിന്ദു, പാഴ്സി, ക്രിസ്ത്യൻ, സിഖ് തുടങ്ങിയ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് ഇന്ത്യയിലേക്ക് വരുന്നതിനെയാണ്, അഭയമില്ലാത്തവർക്ക് രാജ്യം അഭയം നൽകുന്നതിനെയാണ് അങ്ങ് എതിർക്കുന്നത്. മുസ്ലിങ്ങൾക്ക് വരാൻ കഴിയാത്ത ഒരു രാജ്യത്തേക്ക് ഇവരും വരേണ്ട, മുസ്ലിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നല്ല പറയുന്നത്. ഭരണഘടനയുടെ 5-ാം വകുപ്പ് പ്രകാരമുള്ള പൗരത്വത്തിനായുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതൊന്നും ഇവിടെ നിർത്തിവെച്ചിട്ടൊന്നുമില്ല. നിർത്തിവെച്ചിട്ടല്ല ഈ അമെന്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു അമെന്റ്മെന്റ് ആണ് സർ. എത്ര നിസ്സാരമായിട്ടാണ് ഒരു കാര്യം എൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ചത് സുജയ. ഞാനിവിടെ സിഖുകാർ വരരുതെന്നോ പെർസിക്യൂട്ടർ ആയിട്ടുള്ള ആളുകൾ വരരുതെന്നോ ആണോ പറഞ്ഞത്? അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ബിഫോർ ദ ലോ എന്ന് പറഞ്ഞ് അവർക്കില്ലെങ്കിൽ ഇവർക്കും വേണ്ട എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവർക്കായിട്ട്, അതായത് അഭയം വേണ്ടവർക്ക്, രേഖകളില്ലാതെ ഇവിടെ കഴിയുന്ന പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിന് വേണ്ടിയാണ് CAA. അത് ആവർത്തിച്ച് പറഞ്ഞിട്ടും അങ്ങേക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ മുസ്ലിം എന്ന് കേട്ടാൽ ഉടനെ ചാടി വീണ് അത് വോട്ട് ബാങ്കിനായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെ അങ്ങ് സംസാരിക്കരുത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെയല്ല. ഇപ്പം ഹിന്ദുക്കൾക്കും സിഖുകാർക്കും പാഴ്സികൾക്കും എവിടെയെങ്കിലും പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് രാജ്യത്തേക്ക് ഇന്ത്യക്ക് മടങ്ങി വരാൻ ഒരു സൗകര്യം ഉണ്ടാകുന്നതിനെ ഞാൻ എതിർക്കുന്നതേ ഇല്ല. പക്ഷേ അവിടെ ഒരു മതവിഭാഗം ഇങ്ങോട്ട് വന്നുകൂടാ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഇന്ത്യയുടെ മുസ്ലിം ഈ 3 രാജ്യത്ത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. അവിടെ ഈ പറയുന്ന ഹിന്ദുക്കളെക്കാളും സിഖുകാരെക്കാളും പാഴ്സികളെക്കാളും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഹമ്മദിയ മുസ്ലിങ്ങളാണ്. അവിടുത്തെ ഏറ്റവും വലിയ കലാപം അവിടെ ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന ഏറ്റവും വലിയ കലാപം ആരൊക്കെ തമ്മിലാണ് സുജയ ഒന്ന് പറഞ്ഞേ? അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാണോ കലാപം നടക്കുന്നത്? അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന പാഴ്സികളും പിന്നെ
മതാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ തമ്മിലാണോ കലാപം നടക്കുന്നത്? രാജ്യമല്ലേ അത്? അവിടെ അവരുടെ കലാപം minorities നടക്കുന്നത് എന്ന് അഹമ്മദീയ പറയുന്നത് മുസ്ലിങ്ങളുമായിട്ടാണ്. ഈ പറയുന്ന അവിടെ കലാപം നടക്കുന്നത് അവർക്ക് ഷിയാ ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങളുമായിട്ടാണ്. വരണം. ഇന്ത്യയിലേക്ക് ഇത് വന്നോട്ടെന്നേ വരണം ഞാൻ എന്ന് നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി ഔദാര്യത്തോടുകൂടി ഒരു ഔദാര്യമൊന്നും അല്ലല്ല അവരുടെ അല്ലല്ല, അവകാശമാണ്. അല്ല ഞാൻ പറയട്ടെ അവർക്ക് ഈ ഞാൻ പറഞ്ഞോട്ടെ രാജ്യത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന താങ്കൾ പറഞ്ഞ ആളുകൾ കേട്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞ കണക്ക് വലിയൊരു എന്താ പറയാ ഒരു മനസാക്ഷി കാണിക്കുകയാണ്. അപ്പുറത്തെ ഒരു രാജ്യത്ത്, മുസ്ലിം രാജ്യത്ത് നമ്മുടെ സഹോദരങ്ങൾ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു. അവരിങ്ങോട്ട് വരുന്നത് മോശപ്പെട്ട കാര്യമാണോ? അവർക്ക് വേണ്ടി നമ്മൾ വാതിൽ തുറന്നു വെക്കണ്ടേ? വാതിൽ തുറന്നു വെക്കണം. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു മതേതര ഭരണഘടനയാണ്. ആ ഒരു കാര്യത്തിലും മതം ഒരു പരിഗണനാ വിഷയമല്ല. ഇന്ത്യയുടെ പരിഗണനാ വിഷയമേ അല്ല. ഞാനൊരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണ് എന്നതുകൊണ്ട് എനിക്കൊരു പുതിയ ആനുകൂല്യമോ മറ്റൊരാൾ മറ്റൊരു മതത്തിൽപ്പെട്ടതായതുകൊണ്ട് അയാൾക്ക് ആ ആനുകൂല്യം കൊടുക്കാതിരിക്കാനോ ഇന്ത്യൻ ഭരണഘടന പ്രകാരം നടക്കില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മതത്തിൻ്റെ പേരിൽ ഒരു പരിഗണനയുടെ നിയമനിർമ്മാണം നടത്തിയാൽ നാളെ പുതിയ നിയമനിർമ്മാണങ്ങൾ മതം മാനദണ്ഡമാക്കിക്കൊണ്ട് നടപ്പാക്കപ്പെടും. ഒരു പ്രസിഡന്റ് ഉണ്ടായാൽ മതി, ഒരു മുൻ സംഭവം ഉണ്ടായാൽ അതിനെ തുടർന്ന് നമ്മുടെ എല്ലാ ജഡ്ജ്മെന്റുകളും അങ്ങനെയല്ലേ? ഡോക്ടർ അരുണിലേക്ക് വരാം. ഡോക്ടർ അരുൺ വരാം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ പാർലമെന്റിൽ പറഞ്ഞത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിം ഇതര മതവിഭാഗങ്ങൾ ചുരുങ്ങി വരുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിലെ 23% ന്യൂനപക്ഷം, ഇത് മതപീഡനം കാരണം ചുരുങ്ങി. ബംഗ്ലാദേശിലെ 22% അമുസ്ലിങ്ങൾ, അതും താഴേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ അമിത്ഷാ അന്ന് പാർലമെൻറ്റിൽ പറഞ്ഞ ഡാറ്റ തന്നെ ചോദ്യം ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ 23% ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും പിന്നീട് കിഴക്കൻ പാകിസ്ഥാനായിട്ടുള്ള കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തപ്പോൾ ഈ ബംഗ്ലാദേശ്, അതായത് പഴയ കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നു യഥാർത്ഥത്തിൽ 23% ഉണ്ടായിരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനായ ഇന്നത്തെ പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന 23% ഇല്ല. അത് വെറും ഒരു 1.5%. അതായത് പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് 51ലേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ 1998 അവസാനത്തെ അവരുടെ സെൻസസ് പ്രകാരം 51-ൽ 1.5 ഇപ്പോൾ 98-ൽ അത് 2%. അതിനുശേഷം പാകിസ്ഥാനിൽ ഒരു വാലിഡ് ആയിട്ടുള്ള സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഒരേ ജനസംഖ്യ തന്നെ ഹിന്ദു വിഭാഗക്കാർക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പിന്നെ പലപ്പോഴും പറയാറുള്ള കാര്യം. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പറയാം. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പാകിസ്ഥാനിൽ ഈ ബ്ലാസ്ഫെമി, അതായത് ഈശ്വര നിന്ദയിൽ ഈ പറയുന്ന മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കെതിരെ കേസെടുക്കാറുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ണി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഈശ്വര നിന്ദ കേസ് പലപ്പോഴും വന്നിട്ടുള്ളത് ഈ അഹമ്മദീയ വിഭാഗത്തിനെതിരെ മാത്രമാണ്, ഷിയ വിഭാഗക്കാർക്കെതിരെ മാത്രമാണ്. ഹിന്ദുക്കൾക്കെതിരെയും സിഖുകാർക്കെതിരെയും വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇനി ബംഗ്ലാദേശിലേക്ക് വന്നാൽ ബംഗ്ലാദേശിന് അങ്ങനെ ഒരു കേസുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കേസ് ഉള്ളപ്പോൾ തന്നെയും ബംഗ്ലാദേശിൽ ഇപ്പം കഴിഞ്ഞ ചർച്ചയിൽ JR പത്മകുമാർ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു 2012 മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ CPM പാർട്ടി കോൺഗ്രസ്സിൽ ഈ ബംഗ്ലാദേശിലെ മുസ്ലിം ഇതരരായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കണം എന്ന ആവശ്യം CPM ഉയർത്തിയതിനെക്കുറിച്ച് ശരിയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ണി ആയിക്കോട്ടെ, അരുണായിക്കോട്ടെ, സ്മൃതി ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഇവിടെ ഉന്നയിക്കുന്ന വിഷയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ നിലയിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യക്കാവും വിധം അവർക്ക് സംരക്ഷണം നൽകണമെന്നാണ്. പക്ഷേ അത് നേരത്തെ ഉണ്ണി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അത് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ, ഞാൻ നേരത്തെ കൂട്ടിച്ചേർത്തതുപോലെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസ്ഥാന പദവി തീരുമാനിക്കുന്നത്, മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പൗരത്വം തീരുമാനിക്കുന്നത്. ഇതെൻ്റെ രാജ്യത്ത് പറ്റില്ല. എൻ്റെ രാജ്യം ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മതേതര രാഷ്ട്രമായിട്ടാണ്. അവിടെയാണ് നിങ്ങൾ തൊട്ടടുത്ത അതിർത്തി രാജ്യമായ മ്യാൻമറിലെ റോഹിംഗ്യകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നം അഭിമുഖീകരിക്കുന്ന വിഭാഗമാണ്. അവരെ മാറ്റി നിർത്തുന്നു എന്ന് മാത്രമല്ല സുജയ, അവരെ ഡിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇതേ ഇന്ത്യൻ സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു സർക്കാരാണ് ഈ പറയുന്ന നിങ്ങളുടെ അയൽരാജ്യമല്ലാത്ത അഫ്ഗാനിസ്ഥാനിലെ അമുസ്ലിങ്ങളെ ഈ രാജ്യത്തേക്ക് യാതൊരു മാനദണ്ഡവുമില്ലാതെ പ്രവേശിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഇത് വിവേചനമാണെന്നേ. മാനദണ്ഡമുണ്ട് സാർ, മാനദണ്ഡമാണ് അവർ അനുഭവിക്കുന്ന പീഡനം, മതത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന പീഡനം. അതൊരു മാനദണ്ഡമാക്കി കണക്കാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഡോക്ടർ അരുൺ. സുജയ, എത്ര സമർത്ഥമായിട്ടാണ് സുജയ ഒരു ഫാലസി ഇവിടെ പ്രയോഗിച്ചത്. നമ്മളതിനെ സ്ട്രോമാൻ ഫാലസി എന്ന് പറയുക, അതായത് വൈക്കോൽ മനുഷ്യൻ എന്ന് പറയും. നമ്മൾ ആരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് സുജയ പറഞ്ഞത്.
പെർസിക്യൂട്ട് ചെയ്യപ്പെട്ടവർ ഇന്ത്യയിലേക്ക് വരരുത് എന്ന് ഞാനോ എം വി നികേഷ് കുമാറോ സ്മൃതിയോ ഉണ്ണിയോ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടേയില്ല. നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. പകരം എല്ലാ റിലീജിയസ് പെർസിക്യൂട്ടഡായ ആളുകൾക്കും അഭയം നൽകിയ ഒരു രാജ്യമാണ് നമ്മുടേത്. അവിടെ മതം അതിലൊരു തടസ്സമായിരുന്നില്ല. ഉദാഹരണത്തിന് സുജയ പാർവതി വരുന്നത്, ഞാൻ മറ്റൊരു ആളെയാണെന്ന് കരുതുക, സുജയ പാർവതി വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് റിലീജിയസ്ലി പെർസിക്യൂട്ടഡായ ഒരു ഹിന്ദുവായിട്ടും മ്യാൻമാറിൽ നിന്നൊരു സുഹറയും വരുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ 2014 മുൻപാണ് ഇവിടെ കുടിയേറിയതെന്നിരിക്കട്ടെ. സുജയയും സുഹറയും എത്തുമ്പോൾ ഈ നിയമം ആരെയാണ് പൗരത്വത്തിന് പരിഗണിക്കുക? ലളിതമായ ചോദ്യമാണ്. സുഹറയും മതപരമായി പീഡിപ്പിക്കപ്പെട്ടയാളാണ്, സുജയയും മതപരമായി പീഡിപ്പിക്കപ്പെട്ടയാളാണ്. CAA പ്രകാരം ആരെയായിരിക്കും പരിഗണിക്കുക? ഈ അമെന്റ്മെന്റ് 3 രാജ്യങ്ങളാണ് ഡോക്ടർ അരുൺ. അതത്ര നിഷ്കളങ്കമായ ചോദ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മറുപടി പറയുന്നത്. 3 രാജ്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. 3 രാജ്യങ്ങളിൽ ഒതുക്കുന്നതിനെയല്ല. ആ പോയിന്റ് അവിടെ നിൽക്കുന്നു. ആ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ ഈ പെർസിക്യൂഷന് വിധേയരായവരെ നിങ്ങൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിനോടും യോജിക്കാം. പക്ഷേ ഇവർ വരേണ്ടതില്ല, മറ്റുള്ളവർക്കായി കൂടി വാതിൽ തുറക്കൂ എന്ന് പറയുന്നതാണ് വിയോജിപ്പ്. നോക്കൂ, വരേണ്ടതില്ല എന്നാരെങ്കിലും പറഞ്ഞു സുജയ്? വരേണ്ടതില്ല എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. വരേണ്ടതില്ല എന്ന്, അതായത് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, അവർക്ക് കൂടി നടപ്പാക്കിയ ശേഷം മതി. അതിനെതിരെയാണ് പോരാടുന്നത്. CAA നടപ്പാക്കുന്നതിനെ ഒരു വിഭാഗത്തെ ഒഴിവാക്കുന്നു സുജയ, ഒരു വിഭാഗത്തെ ഒഴിവാക്കുന്നു, മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കുന്നു എന്നുള്ളത് സുജയ നേരത്തെ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന പല സമീപനങ്ങളുടെയും തുടർച്ചയാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നോക്കൂ സ്മൃതി, ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കൂടെ? ഈ ആർട്ടിക്കിൾ 14 പ്രകാരം ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനേ ടു എനി പേഴ്സൺ എന്നാണ്, നോട്ട് സിറ്റിസൺ. ഒരു വ്യക്തിക്ക് ഈക്വാലിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ. ഞാൻ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോയുടെ വാദക്കാരനാണ്. എന്താണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ? നിയമത്തിന്റെ തുല്യമായ സംരക്ഷണം. ആർക്ക്? ഇന്ത്യൻ മണ്ണിലുള്ള ഏതൊരു വ്യക്തിക്കും. അപ്പോൾ ഇന്ത്യൻ മണ്ണിലുള്ള ഒരു വ്യക്തിയാണ് സുഹറ, ഇന്ത്യൻ മണ്ണിലുള്ള ഒരു വ്യക്തിയാണ് സുജയ. സുഹറയും സുജയും 2014 മുമ്പ് വന്നവരാണ്. അപ്പോൾ ആർട്ടിക്കിൾ 14 പ്രകാരം ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോയുടെ പരിഗണന ഈ രണ്ടുപേർക്കും കിട്ടണം. അതാണ് എന്റെ വാദം. അതല്ലേ സുജയ ന്യായമായ വാദം? CAAയുടെ അമെന്റ്മെന്റ് ഇല്ലാതെ തന്നെ ഈ വന്നയാൾക്ക് രേഖകൾ ഉണ്ട് എങ്കിൽ ഈ സ്വാഭാവിക പ്രക്രിയയിലൂടെ വരികയല്ലേ? സ്വാഭാവിക പ്രക്രിയക്ക് കഴിയാതിരിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്താൻ ഒരു പ്രൊവിഷൻ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് സുജയ? അതിനെ എങ്ങനെയാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക? ശരി, 6 വർഷക്കാലം നിങ്ങൾ താമസിക്കൂ എന്ന് നിങ്ങൾ സുഹറയോട് പറയുന്നു, 1 വർഷം നിങ്ങൾ താമസിക്കുന്നു സുജയോട് പറയുന്നു. ഇത് വിവേചനമാണോ സുജയ? 1 വർഷമല്ലല്ലോ സർ, 1 വർഷം പറയുന്നില്ലല്ലോ സർ. ആ വിവേചനം സ്വേച്ഛാപരമല്ലേ? രേഖകളില്ലാതെ ഇല്ലീഗലായി അവർ തുടരണം. അവർ ഇതിനകം തന്നെ മതപീഡനം അനുഭവിച്ച് ഈ രാജ്യത്തേക്ക് വരുന്നു, ഇവിടെ താമസിക്കുന്നു, നിങ്ങൾ വീണ്ടും ഇല്ലീഗലായി തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചാപ്പകുത്തി മാറ്റി നിർത്തണമെന്നാണോ? അതിനേക്കാൾ മാരകമായ പ്രഹരശേഷിയുള്ള ഒന്നാണ്. അല്ല നോക്കൂ, സുജയും സുഹറയും ഈ നിയമം വേർതിരിക്കുന്നുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒന്നുകൂടി ഞാൻ പറയാം കേട്ടോ. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. നോക്കൂ, അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഒന്ന് ഞാൻ പൂർത്തിയായിക്കോട്ടെ. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോ സുജയ അല്ലെങ്കിൽ സുരയ്യ 2 പേര് ഇന്ത്യയിൽ ഇപ്പോഴുണ്ട്. സുരയ്യ എന്ന് പറയുന്ന ബംഗ്ലാദേശി ഇമിഗ്രൻസ് ആണല്ലോ നമ്മുടെ രാജ്യത്ത് കൂടുതലുള്ളതായി കേന്ദ്ര ഭരണകൂടം പറയുന്നത്. ഈ ബംഗ്ലാദേശി ഇമിഗ്രൻ്റ് ഇവിടെ വരണമെങ്കിൽ അവർക്ക് പൗരത്വം സുജയ പറയുന്നതിനനുസരിച്ച് നൽകണമെങ്കിൽ 1971 മാർച്ച് 24 മുമ്പ് ഇന്ത്യയിൽ വന്നതാണ് എന്ന് തെളിയിക്കണം. അതായത് ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നതിന് തലേ ദിവസം അവർ വന്നതാണ് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ഇന്ത്യ പൗരത്വം നൽകുക. അതിനുള്ള ഒരു രേഖയും അവരുടെ കയ്യിൽ ഇന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അസം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്ത് 20 ലക്ഷം ആളുകളെ ഇപ്പോൾ NRCയുടെ പട്ടികയ്ക്ക് പുറത്താക്കിയിരിക്കുന്നത്. ഇവിടെ അതേസമയം സുജയ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഇമിഗ്രൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു രേഖയും വേണ്ട, വളരെ സുഗമമായി CAAയിലൂടെ പൗരത്വം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആർട്ടിക്കിൾ 14 ലംഘനമാണ്. കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ചുരുക്കത്തിൽ എന്താ സംഭവിക്കുന്നത്?
ഇത് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് CA പ്രകാരമോ ഇതിനെ പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ 18 കോടി മുസ്ലിങ്ങളെയും പൗരത്വം നിഷേധിക്കാനുള്ള ഒരു നീക്കമായി ഞാൻ കാണുന്നതേയില്ല. കാര്യം അങ്ങനെ ഈ രാജ്യത്ത് ഒരു സർക്കാരിനും ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങനെ ചെയ്താൽ അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ആശയമില്ലാതാവും. അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അരുൺ, നോക്കൂ, ഒരു രാജ്യത്തെ ഒരു വലിയ വിഭാഗം ന്യൂനപക്ഷത്തെ നിങ്ങൾ തുടർച്ചയായി ഭീതിയിൽ നിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ തുടർച്ചയായി അടിമപ്പെടുത്തുക എന്നുള്ളതാണ്. നിതീഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടുമെല്ലാം അല്ല, നമ്മളെല്ലാം തടങ്കലിലാവണ്ടേ, നമ്മളെല്ലാം തുറുങ്കലിലാവണ്ടേ? നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ ഈ രാജ്യത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം പൗരന് പൗരത്വം നിഷേധിക്കപ്പെടുന്നത് നമ്മളെ പോലുള്ള ഇന്ത്യയിലെ 37% ഒഴിച്ചു നിർത്തുന്ന 63% ഹിന്ദുക്കൾ അംഗീകരിക്കുമെന്നുള്ള MV നികേഷ് കുമാറിന് ഉണ്ണി ബാലകൃഷ്ണൻ തോന്നുന്നുണ്ടോ? ബഞ്ച് ഓഫ് തോട്ട്സിൽ എഴുതി വെച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വിചാരധാരയിൽ എഴുതി വെച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിൽക്കുന്നത് അതാണ്. അതിനകത്ത് എഴുതി വെച്ച 370 ഇവിടെ നടപ്പായില്ലേ? ഞാൻ പറയുന്നത്. പക്ഷേ മറ്റൊന്ന് നടക്കും. എന്താണ്? അല്ല, മറ്റൊന്ന് നടക്കും. ആ നടക്കുന്നതിനെതിരെയാണ് നമ്മളിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്? സുരേഷ് ഗോപി പറഞ്ഞൊരു വാചകമുണ്ട്. ഈ പ്രജകൾ എന്ന് സുരേഷ് ഗോപി ഉപയോഗിച്ച ഒരു ആശയമുണ്ട്. ഇന്ത്യയിൽ പൗരന്മാരായ ഹിന്ദുക്കളും പ്രജകളായി മറ്റു വിഭാഗക്കാരും മാറുന്ന ഒരു കാലഘട്ടം വളരെ തന്ത്രപൂർവ്വം സൃഷ്ടിക്കപ്പെടും. അവിടെയാണ് അപകടമുണ്ടാവുന്നത്. രണ്ടാം പൗരന്മാരെന്ന ഒരു പ്രതീതി ജനിപ്പിച്ച് ഭൂരിപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമഗ്രാധിപത്യത്തിലേക്ക് പോവുക. അതിനു വേണ്ടുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാത്രമാണിത്. അതിനും അപ്പുറത്തേക്ക് പോകാൻ ഇന്ത്യയിൽ ഒരു കാലത്ത് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇല്ലാതാകണം. അങ്ങനെ ഇന്ത്യ ഇല്ലാതാകുമോ എന്നുള്ളത് നമ്മുടെ ഭീതിതമായ ഒരു ഇതൊക്കെ അധിക വായനയാണ് ഡോക്ടർ അരുൺ. ഇതൊക്കെ അധിക വായനയാണ്. CAA എന്ന് പറയുന്നത് വരുന്നു, അപ്പോൾ NRC വരുന്നു എന്ന് പറയുന്നു, CAയുടെ വാലിൽ NRC എന്ന് പറയുന്നു. അങ്ങനെ ഭയചകിതരാക്കി ഒരു ജനതയെ മാറ്റുന്ന ഒരു സമീപനത്തോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ അരുണേ ഒരു കാര്യം നമ്മുടെ ഇതൊരു ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പല വിഭാഗങ്ങൾക്കും രാഷ്ട്രീയ അഭയം നൽകിക്കൊണ്ടിരുന്നൊരു രാജ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനീസ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് ടിബറ്റിൽ വലിയ പ്രശ്നങ്ങളുണ്ടായില്ലേ? ദലൈലാമയ്ക്ക് അഭയം കൊടുത്തതാരാ? ഇന്ത്യയല്ലേ? ധർമ്മശാലയിലല്ലേ അവരുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നോ ഇന്നലെയോ ആണോ തുടങ്ങിയൊരു പ്രശ്നമാണോ അത്? ചൈനയുമായിട്ടാണ് ഇന്ത്യ കൊമ്പ് കോർത്തത് ആ വിഷയത്തിൽ. ദലൈലാമയ്ക്ക് അഭയം കൊടുത്തു. ആ വിഭാഗങ്ങൾ ധർമ്മശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും സുഖകരമായി താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ വാതിൽ തുറന്നിട്ടുണ്ട്. എൻ്റെ അനുഭവം പറയാം. ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നില്ലേ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ? ആ ജോർജ് ഫെർണാണ്ടസ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ മാത്രമല്ല, NDAയുടെ കൺവീനറുമായിരുന്നു. ഞാൻ ആ കാലത്ത് ഡൽഹിയിലുണ്ട്. അന്ന് ജോർജ് ഫെർണാണ്ടസിൻ്റെ കൃഷ്ണമേനോൻ മാർഗിലെ വീട്ടിൽ ആരായിരുന്നു അഭയാർത്ഥികളായിട്ട് താമസിച്ചിരുന്നതെന്നറിയാവോ? പ്രതിരോധ മന്ത്രിയാണ്. താമസിച്ചിരുന്ന ആരാന്നറിയാവോ? ബർമ്മക്കാരാ. എന്താണ്? അവിടുത്തെ മിലിറ്ററി റൂളിനെതിരായിട്ട് ഡെമോക്രസിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ബർമീസ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾക്ക് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ വീട്ടിൽ അത് വലിയ വിഷയമായി, ഇൻ്റർനാഷണൽ വിഷയമായി. അതായത് മ്യാൻമാറുമായി ഒരു നല്ല കോഡിയൽ റിലേഷൻഷിപ്പ് ഇന്ത്യ വച്ചു പുലർത്തുമ്പോൾ തന്നെ അവിടെ ഡെമോക്രസിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ബർമീസിലെ ആളുകൾക്ക് കൃഷ്ണമേനോൻ മാർഗിലെ ജോർജ് ഫെർണാണ്ടസിൻ്റെ വീട്ടിൽ അഭയം കൊടുത്തു. ഇതൊരു വലിയ ഇന്റർനാഷണൽ ഇഷ്യൂ ആയിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യ, ചെയ്തുകൊണ്ടുമിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ ഏതെങ്കിലും ഇന്ത്യയിൽ അത് മതമല്ല പ്രശ്നം, മതമല്ല പ്രശ്നം. അവിടെ ഈ പ്രോസിക്യൂഷൻ നമ്മൾ മുമ്പും ആളുകളെ കണ്ടു. അതായത് പറഞ്ഞത് അവിടെ ചൈനയിൽ ഇന്ത്യക്കാരല്ലല്ലോ ദലൈലാമ. ഇന്ത്യക്കാരനാണോ ദലൈലാമ? അല്ലല്ലോ. എന്നിട്ട് കൂടിയും ഇന്ത്യയിൽ എന്തിനാണ് ദലൈലാമയ്ക്ക് അഭയം കൊടുത്തത്? ദലൈലാമയുടെ ശിഷ്യഗണങ്ങൾക്ക് മുഴുവൻ അഭയം കൊടുത്തത് കാരണം അവർ രാഷ്ട്രീയ അഭയാർത്ഥികളാണ്. ബർമ്മക്കാർ ഇന്ത്യക്കാരാണോ? അല്ലല്ലോ. അവിടുത്തെ പ്രോ ഡെമോക്രസി ഫൈറ്റേഴ്സാണ്. അവർക്ക് എന്തിനാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററുടെ വീട്ടിൽ കയറി താമസിക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണ്? ഇന്ത്യ അങ്ങനെയാണ്. അപ്പം അവിടെ മതം ഒരു പ്രശ്നമല്ല, മതം പ്രശ്നമായിക്കൂടാ. അതാണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത്. എല്ലാവരും വരട്ടെ. അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു വാതിലടച്ചിരിക്കാൻ കഴിയില്ല. മുസ്ലിം എന്ന് കേട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചിന്തിക്കുന്നതിലാണ് കുഴപ്പം. ആ ചിന്താധാരയോട് ഞാൻ യോജിക്കുന്നില്ല. ഏതായാലും സുജയ്, ഇതിനകത്ത് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ സമൂഹത്തെ വിഭജിക്കാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ കൊണ്ടുവന്ന ബില്ലൊന്നും അല്ല ഇത്. ഇത് ഹിന്ദു വർഗീയത ഉപയോഗിക്കാൻ വേണ്ടി ഭരണപക്ഷം കൊണ്ടുവന്ന ബില്ലാണ്. സുജിയുടെ ഒരു വാദം കേട്ടാൽ വിചാരിക്കും പ്രതിപക്ഷം ഇവിടെ ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ച് ആ പ്രൈവറ്റ് ബില്ലിന്റെ മുകളിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലെന്ന്, ഇവിടെ മുസ്ലിം ഇതരരായ ആളുകൾക്ക് മാത്രം പൗരത്വം നൽകുമെന്ന ഭരണകൂടത്തിന്റെ ഒരു നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് മതപരമായ ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതൊന്ന്. എൻ്റെ രാജ്യം മതേതര രാജ്യമാണ്. ആ മതേതര രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്നുള്ളത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യാന്തര തലത്തിൽ ഇന്ത്യ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ വംശത്തിൽപ്പെട്ട ആളുകൾക്കും ഒരേ പരിഗണന നൽകുന്ന രാജ്യമാണ്. അവിടെയും നമുക്ക് ഇപ്പോൾ ഒരു കറുത്ത പൊട്ടുപോലെ ഈ നിയമം നിൽക്കുന്നു. അവസാനിപ്പിക്കാമോ പ്ലീസ്? ഓക്കെ. CAA നേരിടാനാകുമോ എന്നതായിരുന്നു ചോദ്യം. ഉത്തരത്തിലേക്ക് പോവാം.
നേരിടാനാകും എന്ന് 4 പേരും അഭിപ്രായപ്പെടുന്നു. നേരിടാനാകില്ല, കാരണം അത് കേന്ദ്ര നിയമമാണ്. സംസ്ഥാനത്തിന് പ്രതിഷേധിക്കാൻ കഴിയും, സുപ്രീം കോടതിയെ സമീപിക്കാനും കഴിയും എന്നത് മാത്രമാണ് മുന്നിലുള്ള വഴി എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.